പ്രൊഫഷണൽ പ്ലെയർ ആകാൻ പറ്റും. കാരണം നമ്മൾ ഈ പുറത്തും പാടത്തും പറമ്പിലും കളിക്കുന്ന പോലെയല്ല ഒരു ടർഫ് അല്ലെങ്കിൽ വലിയൊരു അക്കാദമിയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് സയൻറ്റിഫിക് ഫുട്ബോളാണ്, അല്ലാതെ അവിടെ എവിടെയും കളിക്കുന്ന പോലെ. ഈച്ച് ആൻഡ് എവറി പാർട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കോച്ചസാണ് എല്ലാ അക്കാഡമിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്യാമ്പുകളും പ്രാക്ടീസ് മാച്ചുകളും അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 മാച്ച് കിട്ടി. അപ്പോൾ 3 മാച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിസിപ്ലിൻ വൈസ് ആണെങ്കിലും മാച്ച് വൈസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു പാഠം പഠിച്ചു. എൻ്റെ ടീം എന്നെ സംബന്ധിച്ചിടത്തോളം വിൻ ചെയ്യാൻ പറ്റുന്ന ടീമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഞങ്ങൾ തോറ്റു ഫൈനലിൽ. അതിലൊരു കാരണമേ ഉള്ളൂ. അതെൻ്റെ പിള്ളേരോട് ചോദിച്ചവർ പറഞ്ഞു എൻ്റെ കാരണം അവരുടെ എനർജി. 2 കളിയും ഫുൾ എനർജിയിൽ അവർ കളിച്ചു തരുന്നത്. ഞങ്ങൾ നല്ല ടീമുണ്ടായിരുന്നു, ഇല്ലതല്ല, 1-1 പിന്നെ അവർ വാശോട് അവിടെ നല്ല ഒച്ച ഉണ്ടായിരുന്നു അവിടെ ക്രൗഡിൻ്റെ. അത് കേട്ട് നല്ല വാശയോടെ കളിച്ച്. അതേപോലെ തന്നെ ഇവരുടെ ബി ടീം 3 ഗോൾ തോറ്റ ടീമാണ്. പക്ഷേ ആ ടീമിനെ സമനില പിടിച്ചു. എന്തുകൊണ്ടാണ്? വാശി. ഇതിലേറ്റവും വലിയ കാര്യം എന്താണ്? നമ്മൾ വാശിയോട് കൂടി കളിച്ചു കഴിഞ്ഞാൽ, ഒത്തൊരുമയോട് കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു ടീം നമുക്ക് വിൻ ചെയ്യിക്കാൻ പറ്റും. ശരിയല്ലേ? എത്ര വലിയ ടീമാണെങ്കിലും നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ വെച്ചിട്ട് നമുക്ക് ഫുട്ബോൾ കളി ജയിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്നും എപ്പോഴും കളിക്കുമ്പോൾ എല്ലാ ടീമിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഫുൾ എനർജി. നമുക്ക് ചിലപ്പോൾ ക്രൗഡ് ഉണ്ടാവുന്നില്ല, പക്ഷെ നമ്മൾ മാക്സിമം നമ്മളെ പൊട്ടൻഷ്യൽ എടുക്കാം. നമ്മൾ സംസാരിച്ചുകൊണ്ട് കളിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനർജി ബൂസ്റ്റ് ആവും, നമുക്ക് ജയിക്കാൻ പറ്റും. അതന്നെയാണ് അവർ ചെയ്തതും, അതന്നെയാണ് അവർ കാണിച്ചത് 2 ടീമും. അതുകൊണ്ടാണ് അവർ ഇന്ന് വിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ബാക്കി ടീമുകൾ ഇന്നത്തെ പ്രാക്ടീസ് മാച്ചുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫുൾ എനർജി കളിക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ്, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള ഒരുപാട് പ്ലേയേഴ്സിൻ്റെ ഫിസിക്ക് ഭയങ്കര കുറവാണ്. ഫിസിക്ക് അത് നിങ്ങളുടെ ന്യൂട്രീഷനോ ഭക്ഷണമോ എങ്ങനെയെങ്കിലും എടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഫിസിക്ക് റെഡിയാക്കാൻ മാത്രമേ നിങ്ങൾ ഭാവിയിലേക്ക് ട്രയൽസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. നിങ്ങൾ എത്ര വലിയ ഇൻഡിവിജ്വൽ പ്ലെയർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുട്ബോൾ ഫിഗർ ഇല്ലെങ്കിൽ ഔട്ടാക്കും. കാരണം നമ്മൾ ഒരുപാട് പേരെ സെലക്ട് ചെയ്യാനും ജില്ലാ ടീമിൻ്റെ സെലക്ടർമാരായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് 3 പേരിലിരിക്കുമ്പോൾ പ്ലെയർ നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ എന്താ ഫിഗർ ഇല്ല. അങ്ങനെ ഒരുപാട് പേര് പുറത്തു പോയ ചരിത്രമുണ്ട്. ഞങ്ങളുടെ അക്കാഡമി ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ. ആ ഒരു പ്രശ്നം നിങ്ങൾക്കറിയാലോ. ഒരു ശരീരം നമുക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് 6 മാസം 7 മാസം മതി. ശരിയല്ലേ? പക്ഷെ ഒരു കളി ഉണ്ടാക്കിയെടുക്കാൻ എത്ര നാൾ വേണം? 6-7 വർഷം നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ എന്താണോ നല്ല പ്ലെയർ ആവുള്ളൂ. ശരിയല്ലേ? നമ്മൾ 6-7 വർഷം നന്നായി പ്രാക്ടീസ് ചെയ്തു, നമ്മൾ ബെസ്റ്റ് പ്ലെയർ ആയി. പക്ഷെ നമ്മുടെ ഫിഗർ ഇങ്ങനെ തന്നെ ഇരിക്കുക. 6 മാസം കൊണ്ട് നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫിഗർ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മൾക്ക് ചെന്ന് കളി 6 വർഷം അടിപൊളി പ്ലെയറാണ്, പക്ഷേ ഫിഗർ ഇല്ല. അതുകൊണ്ട് പുറത്തു പോയി ആർക്ക് നഷ്ടം? നമ്മൾ ഈ 6 വർഷം കഷ്ടപ്പെടുന്നതാണോ 6 മാസം കൊണ്ട് നമ്മുടെ ഫിഗർ ബെറ്റർ ആക്കണമാണോ നല്ലത്? 6 മാസം കൊണ്ട് ഫിഗർ ബെറ്റർ ആക്കുക, 6 വർഷം കൊണ്ട് ഗെയിം ഇമ്പ്രൂവൈസ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയായാലും നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേലോട്ട്. അല്ലെങ്കിൽ എന്താവും, നന്നായി കളിക്കുന്നുണ്ട് പ്ലെയർ, പക്ഷെ എന്താ ഫിഗർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്ലേയേഴ്സ്, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ഇതിൽ കാണാം. അവർ നിങ്ങളുടെ ന്യൂട്രീഷൻ, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളും ബെറ്റർ ആക്കാം. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് പ്ലെയർ ആവുള്ളൂ. ഇവിടെ മാത്രമല്ല, പുറത്തിറങ്ങി സ്കൂളിൽ ചെയ്യുമ്പോഴും പുറത്ത് ആൾക്കാരായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും എല്ലാം കൊണ്ട് പ്രൊഫഷണൽ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫുൾ ഡിസിപ്ലിനോടുകൂടി കോച്ചസും വീട്ടുകാരും ഫാമിലിയും എല്ലാവരും പറഞ്ഞേക്കാം. നിങ്ങൾക്കിപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാമല്ലോ, പഠിക്കുക, കളിക്കുക. ശരിയല്ലേ? 2ഉം ന്യൂട്രലായിട്ട് കൊണ്ടുപോകാം. നന്നായി പഠിച്ചാലേ പേരൻസിന് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോ, നമ്മൾ ഭയങ്കര ഡെവലപ്പായി കോടികളും ലക്ഷങ്ങളും വാങ്ങുന്ന പ്ലേയേഴ്സിന് മാത്രം നമ്മളെ മൈൻഡുള്ളൂ. ശരിയല്ലേ? ഫുട്ബോളിൽ ഫെയിൽഡായ ഒരുപാട് ആൾക്കാരുണ്ട്. ശരിയല്ലേ? ഒന്ന് ആലോചിക്കുക, ഇന്ത്യൻ ടീമിൽ എത്ര പേര് കളിക്കും? 30 പേരല്ലേ സ്കോഡ് പോളോ? എത്ര ജനങ്ങളുണ്ട് ഇന്ത്യയിൽ? അപ്പോൾ അത്ര പേര് അവർക്ക് ആ റീച്ചിലെത്തുള്ളൂ. ഐസിൽ എത്ര മലയാളീസ് ഉണ്ട്? അപ്പോൾ അവരെ കൂടെ കളിച്ച് ഒരുപാട് പ്ലേയേഴ്സും താഴെ പോകും. നമ്മൾ അവരെ ആരും അറിയില്ല. നമ്മളറിയാം 50 കോടി ആകുമ്പോൾ 20 കോടി, 3 കോടി സഹലിന്, ഇതൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ എല്ലാവരും ആ റീച്ചിലേക്ക് എത്തണമെങ്കിൽ 100% ഫുട്ബോൾ കൊടുത്താൽ മാത്രമേ അവിടെ എത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റും? താഴെ പോകുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താവും? 0 ആവും. അപ്പോൾ പ്ലാൻ എയും വേണം, ബിയും വേണം. 2ഉം ഒരു ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൺസ് ഫുട്ബോൾ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിദ്യാഭ്യാസം നിങ്ങളെ സേവ് ചെയ്യും. അപ്പോൾ 2ഉം ഈക്വലി കൊണ്ടുപോകാൻ ശ്രമിക്കുക. വേറെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ഈ പ്രായത്തിൽ, ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഇവിടെ വന്ന് കളിച്ചതിലും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ് അല്ലേ? അപ്പോൾ അതൊക്കെ വിടാം. എല്ലാവർക്കും ഓർമ്മ.